Meet the editors. പുതിയ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് അഹമ്മദാബാദിൽ ചേർന്ന AICC സമ്മേളനം ഇന്നലെ കൊടിയിറങ്ങിയത്. DCCകളെ ശാക്തീകരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് സമ്മേളനം അംഗീകാരം നൽകി. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവർ പദവികളിൽ വിരമിക്കണമെന്ന് സമ്മേളനവേദിയിൽ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ നിലപാട് കടുപ്പിച്ചു. ആശയം അവരുടെ പ്രവർത്തക സമിതി യോഗത്തിൽ ചർച്ച ചെയ്ത ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം സച്ചിൻ പൈലറ്റ് അവതരിപ്പിച്ചു. പ്രമേയം പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയാണ് ഉണ്ടായത്. സംഘടനാപരമായി DCCയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ്. പ്രതീക്ഷ നൽകുന്ന ഒരു സമ്മേളനമായിരുന്നു ഈ അഹമ്മദാബാദ് സമ്മേളനം. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു കോൺഗ്രസ് സമ്മേളനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയത്തിൽ വലിയ ഗൗരവതരമായ ഒരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭ്യമായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. 2025 അതായത് ഈ വർഷം ജനുവരി 31 ഡൽഹിയിൽ ദളിത് ചിന്തകരുടെ ഒരു സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു കുറ്റസമ്മതം നടത്തുകയാണ് ചെയ്യുന്നത്. എന്താണെന്നോ നോക്കൂ, രാജ്യത്ത് ദളിതരുടെയും പിന്നോക്കക്കാരുടെയും ആവശ്യങ്ങൾക്ക് പരിഗണനയും മുൻഗണനയും നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി ആ സമ്മേളനത്തിൽ കുറ്റസമ്മതം നടത്തുന്നുണ്ട്. അതുകൊണ്ട് പിന്നോക്കക്കാരുടെയും ദളിതരുടെയും വിശ്വാസം പാർട്ടിക്ക് നഷ്ടമായി. ഒരർത്ഥത്തിൽ RSS ഇന്ന് അധികാരത്തിൽ വരാൻ കാരണവും അതാണ്. ഈ അപജയം സംഭവിക്കുന്നത് 1990 മുതലാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. 2-3 മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു പ്രസംഗത്തിലെ ഏതാനും വരികളാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ 1990 പ്രത്യേകത? 1990 അന്ന് അധികാരത്തിലിരുന്ന VP സിംഗ് ഗവൺമെൻറ് പിന്നാക്കക്കാർക്ക് 27% സംവരണം നൽകുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ 2 പാർട്ടികൾ അതിശക്തമായി എതിർത്തു. ഒന്ന് സ്വാഭാവികമായും BJP, 2 കോൺഗ്രസ്. അപ്രതീക്ഷിതമായി കോൺഗ്രസ്. രാജ്യത്ത് 52% പിന്നോക്ക സമുദായക്കാരുള്ളപ്പോൾ അവർക്ക് 27% സംവരണം നൽകണമെന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ലോക്സഭയിൽ വെക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രസംഗിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയുടെ പാർലമെന്റിലെ ഏറ്റവും ദീർഘമായ പ്രസംഗമായിരുന്നു മണ്ഡൽ വിരുദ്ധ പ്രസംഗം എന്ന് പറയുന്നത്. ആ മണ്ഡൽ വിരുദ്ധ പ്രസംഗത്തോടെ രാജ്യത്തെ പിന്നാക്കക്കാർ ഒറ്റയടിക്ക് കോൺഗ്രസിനെ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച സമാജ്വാദി പാർട്ടി പോലെ, ലാലു പ്രസാദിൻ്റെ പാർട്ടി പോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് അവർ മാറി. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയൊരു തിരിച്ചടി രാഷ്ട്രീയമായി യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് സംഭവിച്ചത് 1990 അത് പിന്നോക്കക്കാർ, ദളിതർ, മറ്റ് അധസ്ഥിത വിഭാഗങ്ങൾ ആ പാർട്ടിയിലുള്ള വിശ്വാസം പിൻവലിച്ച് മറ്റു പ്രസ്ഥാനങ്ങളുടെ ഭാഗമായതോടുകൂടിയാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? ജാതി സെൻസസ് നടപ്പാക്കണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് പറഞ്ഞത്? 2024 തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെച്ചത് 400 സീറ്റിൽ ഞങ്ങൾ വിജയിച്ചു വരും എന്നാണ്. അതിനെതിരായിട്ട് പ്രതിപക്ഷം പറഞ്ഞത് എന്താണ്? ഇവർ 400 സീറ്റിൽ വിജയിച്ചു വന്നാൽ ഇവർ ഭരണഘടന തിരുത്തി എഴുതും. രാഹുൽ ഗാന്ധി ഭരണഘടനയായിട്ടാണല്ലോ എല്ലായിടത്തും സഞ്ചരിച്ചിരുന്നത്. ഭരണഘടന തിരുത്തി എഴുതിയാൽ എന്താ സംഭവിക്കുക? ഭരണഘടനാപരമായി പിന്നാക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും ഇനി ഇല്ലാതാകും എന്നാണ് ആ ജനങ്ങളോട് പറഞ്ഞത്. എന്താ സംഭവിച്ചത്? വലിയ തിരിച്ചടിയാണ് BJPക്ക് ഉണ്ടായത്. അതിൽ നിന്നൊരു രാഷ്ട്രീയ പാഠം കോൺഗ്രസ് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസിൻ്റെ ആശയത്തെ മാറ്റുന്നു. ഇപ്പോൾ അവർ വളരെ ശക്തമായി പറയുന്നത് രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടും നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഇനി കോൺഗ്രസ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ പ്രമേയമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറിയൊരു ആവശ്യമല്ല രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 70% സംവരണം ഉണ്ടാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 70% ആളുകൾ രാജ്യത്ത് പിന്നാക്ക, ദളിത്, ആദിവാസി വിഭാഗങ്ങളാണ്, ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പോൾ 100 പേരെ എടുത്താൽ 70 പേര് ഏത് മേഖലയിലും അവരുടെ പ്രാതിനിധ്യം 70 ആയിരിക്കണം എന്നാണ്. അതൊരു വലിയ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയാണ്. അതായത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഭാഗത്തെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് തയ്യാറാവുകയും അവരുടെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കാൻ, ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയമാണ്, ആ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു എന്നുള്ളതാണ്. ഇതുവരെ കോൺഗ്രസിനെ കുറിച്ചുള്ള അപവാദം എന്താണ്? അതൊരു മൃദുഹിന്ദുത്വ പാർട്ടിയാണ് എന്നുള്ളതാണ്. അവരുടെ സമീപനങ്ങൾ എപ്പോഴും മൃദുഹിന്ദുത്വമായിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊരു ഗുണവും കോൺഗ്രസിന് ലഭിക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന അതിതീവ്രമായ ഹിന്ദുത്വം BJP പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മൃദുഹിന്ദുത്വം പറയുന്നവർക്ക് എന്ത് പ്രസക്തിയാവുള്ളത്? അപ്പം അവിടെയുമില്ല ഇവിടെയുമില്ല എന്നൊരു നിലപാടെടുത്തുകൊണ്ട് ഇനി കോൺഗ്രസിന് പോകാൻ
പോകാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ വ്യക്തത വരുത്തുന്നു എന്നുള്ളതാണ് ഈ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നിശ്ചയമായും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് രീതി നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എവിടെയൊക്കെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും പിന്തുണച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ത്യ മുന്നണിക്കായിരുന്നു വലിയ നേട്ടം എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ വലിയ നേട്ടമല്ലേ ഉണ്ടായത്? എന്താ കാരണം? പിന്നാക്ക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും സമാജ്വാദി പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നു. എന്നാൽ ബീഹാറിൽ ആ നേട്ടം ഉണ്ടായില്ലല്ലോ കോൺഗ്രസിന്. ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ആ നേട്ടം ഉണ്ടായില്ലല്ലോ. എന്താ കാരണം? അവിടെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ നിതീഷ് കുമാറിനോടൊപ്പം നിന്നത്. കാരണം അദ്ദേഹം അവിടെ ജാതി സർവേ നടത്തിയ ആളാണ്. അതേസമയം രാജസ്ഥാനിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നത്. എന്നാൽ ഗുജറാത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഈ രീതിയിൽ എവിടെയൊക്കെ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ആ മുന്നണിക്കായിരുന്നു വിജയം. ഇതൊരു രാഷ്ട്രീയ പാഠമാണ്. ഒരു കണക്കൂടി പറയാം. രാജ്യത്ത് 84 SC സീറ്റുകളാണുള്ളത്, ഷെഡ്യൂൾ കാസ്റ്റ് സീറ്റുകളാണുള്ളത്. 2019 തെരഞ്ഞെടുപ്പിലുണ്ടല്ലോ 8 സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയത്. 8 സീറ്റുകൾ മാത്രമായി 84 കിട്ടിയത്. പക്ഷേ 2024 അവരുടെ സീറ്റ് എത്രയായിട്ട് വർദ്ധിച്ചു എന്നറിയാവോ? 20 സീറ്റുകളായിട്ട് വർദ്ധിച്ചു. 16% വോട്ടായിരുന്നു അവർക്ക് 2019 തെരഞ്ഞെടുപ്പ് കിട്ടിയത്. 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 21% വോട്ട് ഷെയർ വർദ്ധിച്ചു. അവിടെ എന്താ പറ്റിയത്? 15 സീറ്റുകൾ കുറഞ്ഞു BJPയുടെ. അപ്പോൾ പിന്നാക്ക ദളിത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണ ലഭിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഡാറ്റ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രാഷ്ട്രീയത്തെ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ രാഷ്ട്രീയ നയത്തിൽ ശക്തമായൊരു വ്യതിയാനം സംഭവിക്കുന്നു. അത് ഈ രാജ്യത്തെ പിന്നാക്ക ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു. ഈ ആശയം പറയുന്നത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റെ സംഘടനാ മിഷണറിയെ കൂടി ശക്തമാക്കണം. ആ സംഘടനാ മിഷണറിയെ ശക്തമാക്കാൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ള ഏറ്റവും ശക്തമായ നിലപാട് എന്താണെന്ന് അറിയാമോ? KPCCകളിലേക്കല്ല, PCCകളിലേക്കല്ല നോട്ടം വെച്ചത്. സാധാരണ ഹൈക്കമാൻഡ് പരിപാടി എന്താ? പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരെ തീരുമാനിക്കുക, അതിൻ്റെ ജനറൽ സെക്രട്ടറിമാരെ തീരുമാനിക്കുക. അവിടെയൊക്കെയാണ് ഹൈക്കമാൻഡ് അഭിപ്രായം പറയുന്നത്. അവരുടെ ഒരു ലക്ഷ്യം അതുമാത്രമാണ്. അത് മാറ്റി വെച്ചുകൊണ്ട് അവരെന്താ ചെയ്തിരിക്കുന്നത്? ജില്ലകളിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇനി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക DCC പ്രസിഡന്റുമാരെ. അവരെ DCC പ്രസിഡന്റുമാരെ തീരുമാനിക്കുമ്പം ഇവിടെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് കേരളം ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ കൃത്യമായ പങ്കുവയ്ക്കലാണല്ലോ. A ഗ്രൂപ്പ് പങ്കുവയ്ക്കും, I ഗ്രൂപ്പ് പങ്കുവയ്ക്കും, തിരുത്തൽവാദികൾ ഉണ്ടായിരുന്നപ്പോൾ അവർ പങ്കുവയ്ക്കും. അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾക്ക് അവരുടെ താല്പര്യക്കാർക്ക് പങ്കുവെച്ചുകൊണ്ട് അവരുടെ ഇഷ്ടക്കാരെ ഓരോ പദവികളിൽ ഇരുത്താൻ ഇനി കഴിയില്ല എന്നാണ് ഖർഗെ പറഞ്ഞിരിക്കുന്നത്. അവിടെ അവരെടുത്തിരിക്കുന്ന നിലപാട് ഡിസ്ട്രിക്ട് കമ്മിറ്റികളെ ശക്തമാക്കുക എന്നുള്ളതാണ്. ജില്ലാ കമ്മിറ്റികളെ ശക്തമാക്കുന്നു, അതിന് താഴെ മണ്ഡലം ബ്ലോക്ക് കമ്മിറ്റികളെ ശക്തമാക്കുന്നു. അപ്പോൾ 1725ഓളം പ്രതിനിധികൾ പങ്കെടുത്ത ഈ അഹമ്മദാബാദിലെ AICC സമ്മേളനം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ കൊണ്ട് നിർണായകമാണ്. ഒന്ന്, അത് അതിൻ്റെ രാഷ്ട്രീയ നയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. 2, ആ സംഘടന ഇനി എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ റോഡ് മാപ്പും ഉണ്ടാക്കിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും വളരെ നിർണായകമായ ഒരു സമ്മേളനമായി അഹമ്മദാബാദ് സമ്മേളനം അടയാളപ്പെടുത്തപ്പെടും. അതിൻ്റേതായ രാഷ്ട്രീയ ഫലങ്ങൾ നിശ്ചയമായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. സ്മൃതിയിലേക്ക് എത്തിയാൽ, സ്മൃതി, ഒരു വലിയ മാറ്റത്തിനൊരുങ്ങുകയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അത് ടോട്ടൽ റിവൈവൽ എന്നാണ് അവർ പറയുന്നത്. ഒരു പുനരുജ്ജീവനത്തിന് ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവർ ഉറ്റുനോക്കുന്നത് ആശയപരമായി രാജ്യത്ത് കോൺഗ്രസിനെ സംവേദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയിലേക്ക് മാറണം. പഴയ കാര്യങ്ങളൊന്നും ഇനി ചർച്ച ചെയ്ത് നടക്കില്ല. 2, നിലവിൽ PCC അധ്യക്ഷന്മാരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കഴിയില്ല. വലിയ മാറ്റമാണോ ഉദ്ദേശിക്കുന്നത്? വലിയ മാറ്റം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ പ്രത്യയശാസ്ത്ര വ്യക്തത വരുത്തുന്നു. മൃദു ഹിന്ദുത്വ സമീപനമുള്ള പാർട്ടി എന്ന ചീത്തപ്പേര് കോൺഗ്രസിന് എല്ലാ കാലത്തുമുണ്ട്. അത് വെറുതെ വന്ന ചീത്തപ്പേരല്ല. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പിന്നീട് BJPയിലേക്ക് പോവുകയും ഇപ്പോൾ അസം മുഖ്യമന്ത്രി അടക്കം ആരായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അവരൊക്കെ തന്നെ BJPയിലെ പ്രധാനപ്പെട്ട നേതാക്കളായി മുഖ്യമന്ത്രിമാരൊക്കെ പോയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനി സാധ്യമല്ല. BJPയിലേക്ക് പോകേണ്ടവർ അവിടെ പോകണം. ഇവിടെ ഈ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം മതി ഇവിടെ കോൺഗ്രസ് നേതാക്കളായി എന്നുള്ള കാര്യം കുറച്ചു കാലമായി രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഗുജറാത്ത് തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് കൃത്യമായ സന്ദേശം. ഗുജറാത്ത് കഴിഞ്ഞ 30 വർഷമായി കോൺഗ്രസിന് അധികാരം ലഭിക്കാത്തൊരു സ്ഥലമാണ്. അത് അമിത്ഷായുടെയും മോദിയുടെയും സ്ഥലമാണ്. അവിടെ ഹിന്ദുത്വയുടെ പരീക്ഷണശാലയായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങേണ്ടതുണ്ട് അതിനെതിരായ തങ്ങളുടെ പോരാട്ടം എന്ന
കൃത്യമായ സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കുന്നു, നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരിലേക്ക് കൊടുക്കുന്നു, കോൺഗ്രസിലെ നേതാക്കളിലേക്ക് കൊടുക്കുന്നു എന്നിടത്താണ് ഈ സമ്മേളനം വ്യത്യസ്തമാകുന്നത്. അവിടെ ഖാർഗെ പ്രസംഗിക്കുന്നു. ഖാർഗെ മോദിക്കെതിരെ അതിശക്തമായ കാര്യങ്ങൾ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിനെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് BJP രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇതുവരെ തുടർന്നു വന്ന ഒരു വിദേശ നയമുണ്ടല്ലോ, ആ വിദേശ നയം പൂർണ്ണമായും ട്രംപിന് അടിയറ വെച്ചുകൊണ്ട്, ട്രംപിൻ്റെ മുന്നിലൊക്കെ വിദേശ നയം എന്താണ് നമ്മുടെ വിദേശ നയം, നാണം കെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഖാർഗെ പ്രസംഗിക്കുന്നു, രാഹുൽ പ്രസംഗിക്കുന്നു, പിന്നീട് തിരഞ്ഞെടുത്ത കുറച്ച് നേതാക്കൾ, കേരളത്തിലെ അടക്കം കുറച്ച് നേതാക്കൾ പ്രസംഗിക്കുന്നു. അപ്പോഴും ഈ രാഹുൽ ഗാന്ധി എന്ന നേതാവിലേക്ക് ഊന്നുന്നു എന്നൊരു വിമർശനം എനിക്ക് എൻ്റെതായി പറയാനുണ്ട്. രാഹുൽ ഗാന്ധി എന്ന നേതാവിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ പോലും അത് എത്രത്തോളം അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ ഈ പറയുന്ന ജാതി സെൻസസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു ഘട്ടം വരെ സഹായിച്ചിട്ടുണ്ടാകും. പക്ഷേ അതുമാത്രം കാര്യമില്ല എന്നൊരു വിമർശനം അവിടെ നിന്ന് ഉയരുകയോ ഒരു വ്യത്യസ്ത സ്വരം ബാക്കിയുള്ളവരിൽ നിന്ന് ഉയരുകയോ ചെയ്തിട്ടില്ല. പ്രധാനപ്പെട്ട ഖാർഗെയുടെ പ്രസംഗം, സച്ചിൻ പൈലറ്റിന്റെ പ്രമേയത്തിൽ സംസാരിച്ച കുറച്ച് നേതാക്കൾ, അതല്ലാതെ അങ്ങനെ വ്യത്യസ്ത സ്വരങ്ങളൊന്നും ഉയരുന്ന ഒരു സമ്മേളനമായി മാറിയില്ല. പക്ഷേ അതേസമയം വളരെ പോസിറ്റീവായി തന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം പാർട്ടിക്ക് അടിത്തറയില്ല, പലയിടത്തും അടിത്തറയുണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ DCCകളെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നല്ല നോക്കേണ്ടത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ഹരിയാന ആയാലും ഹിമാചൽ പ്രദേശ് ആയാലും ഒഡീഷ ആയാലും അവിടെയൊക്കെ DCCകൾ പിരിച്ചുവിട്ടിട്ട് പുനഃസംഘടിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അവിടെയൊക്കെ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടതുണ്ട്. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ സംഭവിച്ച സ്ഥലങ്ങൾ കൂടിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ഇവിടെയും ഈ ഗ്രൂപ്പ് കളികളൊക്കെയാണ്. ഗ്രൂപ്പ് കളിന് സാധ്യമല്ല. കാരണം ഈ DCCകളെ ശക്തിപ്പെടുത്താൻ വെറുതെ ഒരു ആലോചനയിലേക്ക് പോയതല്ല, അതിൽ കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. മുകുൾ വാസ്നിക്കിൻ്റെ നേതൃത്വത്തിലാണ് ഒരു പഠനം നടത്തിയത്. ആ പഠനം നടത്തി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നടപ്പാക്കുക. ഇനി DCC അധ്യക്ഷന്മാർ അതിന് താഴേക്കുള്ള ഘടകങ്ങളെയും ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനത്തിലേക്ക് പോകേണ്ടി വരും. ഈ വർഷം 2025 എന്ന വർഷം കോൺഗ്രസിൻ്റെ പുനർജനി വർഷം എന്നാണ് ഖാർഗെ വിശേഷിപ്പിച്ചത്. ആ പുനർജനി വർഷം എന്ന് വെച്ചാൽ ഒരു പുതുജന്മത്തിലേക്ക് പോവുകയാണ് കോൺഗ്രസ്. അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസ് മാറേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള വിലയിരുത്തലാണ് നടന്നിട്ടുള്ളത്. ഇനി DCC അധ്യക്ഷന്മാരാകുന്ന നേതാക്കൾ 3 വർഷത്തേക്ക് മത്സരിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാർട്ടിയെ കെട്ടിപ്പിടിക്കുന്നതിൽ അവർ മുൻകൈ എടുക്കേണ്ടി വരും. അങ്ങനെയല്ലാത്ത നേതാക്കൾ വേണ്ട, പ്രവർത്തിക്കാത്തവർ വേണ്ട. അതായത് ഇപ്പോൾ ഈ സീനിയോറിറ്റി പറഞ്ഞ് കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിലും വെറുതെ മുഖം കാണിച്ച് നടക്കുന്ന നേതാക്കളുണ്ട്, അവരെ വേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ്. അപ്പോൾ പ്രവർത്തിച്ച് കാണിക്കേണ്ടി വരും. സീനിയോറിറ്റി പറഞ്ഞ് അവിടെ നിൽക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് മുകളിൽ നിന്ന് ഉള്ള നോട്ടമുണ്ടാകും എന്നുള്ളൊരു കാര്യം, അതോടൊപ്പം ഒരു വികേന്ദ്രീകരണം നടപ്പാകുന്നു എന്ന രൂപത്തിൽ കൂടി അതിനെ കാണണം എന്ന് തോന്നുന്നു. അങ്ങനെയാകുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കോൺഗ്രസ് അതില്ല എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ രൂപത്തിൽ കോൺഗ്രസ് മാറുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായി കാണുന്നു. ഈ പറയുന്ന ജാതി സെൻസസിൻ്റെ കാര്യം, അത് നടപ്പാക്കിയത് കാര്യം പറയുന്നു. ഇപ്പോൾ തെലങ്കാനയിൽ 42% സംവരണം കൊടുത്ത കാര്യം വളരെ പോസിറ്റീവായി തന്നെ അദ്ദേഹം പറയുകയാണ്. നടപ്പാക്കി, അത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയുന്നത് മാത്രമല്ല, സ്വകാര്യ മേഖലയിലെ സംവരണത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. ഈ സംവരണ പരിധി 50%-ലധികമാക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കോൺഗ്രസിൽ ഉന്നയിച്ചിട്ടുള്ളത്, ഗുജറാത്തിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇതിലൊന്നും പൊതുവിൽ RSSകാരില്ലാത്ത ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ പോലും ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ, അതായത് കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കില്ല എന്നുള്ള കോൺഗ്രസിന് അറിയാം. പുതിയ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ജയിക്കേണ്ടത്. അതിലൊരു ഇന്ത്യ മുന്നണി ഒരു സംവിധാനം, ആ സംവിധാനത്തെക്കുറിച്ച് എവിടെയൊന്നും പറഞ്ഞു പോകുന്നുണ്ടോ എന്നല്ലാതെ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ഞങ്ങൾ എങ്ങനെ മുൻകൈ എടുക്കുന്നു, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ എന്ത്, അതിൽ കൂടി ഒരു വ്യക്തത വരുത്തിയെങ്കിൽ കുറച്ചുകൂടി അത് സമഗ്രമാകും എന്നൊരു അഭിപ്രായമുണ്ട്. പക്ഷേ വളരെ പോസിറ്റീവാണ്. ഈ വർഷം തുടങ്ങാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ആ നിലയ്ക്ക് കോൺഗ്രസിനൊരു പുനർജനി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം സമ്മേളനമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ നൽകുന്ന സമ്മേളനമാണ് എന്നാണ് എൻ്റെ ടേക്ക്. ഞാൻ ശശി തരൂർ സച്ചിൻ പൈലറ്റ് അവതരിപ്പിച്ച ഈ രാഷ്ട്രീയ പ്രമേയത്തെ പിന്താങ്ങിക്കൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട്. ആ പ്രസംഗം മാത്രം പറഞ്ഞു. വി മസ്റ്റ് ബി എ പാർട്ടി ഓഫ് ദി ഫ്യൂച്ചർ. നമ്മൾ ഭാവി കാലത്തിൻ്റെ പാർട്ടിയാവണം, നോട്ട് ജസ്റ്റ് ഓഫ് ദ പാസ്റ്റ്. ഭൂതകാലത്തിൽ ഇനി അഭിരമിച്ചിരുന്നിട്ട് കാര്യമില്ല. എ പാർട്ടി വിത്ത് എ പോസിറ്റീവ് വിഷൻ, ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുള്ള പാർട്ടിയാവണം, നോട്ട് ഓൺലി നെഗറ്റിവിറ്റി. എല്ലാത്തിനെയും പൂർണ്ണമായി വിമർശിക്കുന്ന ഒരു പാർട്ടി മാത്രമല്ല. എ പാർട്ടി ദാറ്റ് ഓഫേഴ്സ് സൊല്യൂഷൻസ്, ഒരു പാർട്ടി നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പാർട്ടിയാവണം, നോട്ട് ജസ്റ്റ് സ്ലോഗൻസ്. മുദ്രാവാക്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയായി തീരരുത് എന്നുള്ളതാണ് ശശി തരൂർ സച്ചിൻ പൈലറ്റ് അവതരിപ്പിച്ച AICC സമ്മേളനത്തിലെ പ്രവർത്തക സമിതി യോഗത്തിന് നിർദ്ദേശിച്ച ഭേദഗതികളോടുകൂടിയുള്ള പ്രമേയം പാസ്സാക്കുമ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട വാചകം. ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ
ഈ AICC മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ ആശയമായി ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണോ ഇതുവരെ പാർട്ടി തിരഞ്ഞെടുപ്പുകളിൽ ചെയ്തിരുന്നത്, സംഘടനാ രീതികളിൽ ചെയ്തിരുന്നത്, അവർ മറ്റു മുന്നണികളുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നത്, അതിനെ അടിമുടി മാറ്റിയേ മതിയാവൂ എന്ന് പാർട്ടി സ്വയം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇനി ഭൂതകാലത്തിൻ്റെ വലിയ ഓർമ്മകളിൽ മാത്രം നിൽക്കുന്നൊരു പാർട്ടിയല്ല, പകരം ഭാവിയിലേക്ക് വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു പാർട്ടി സംഘടന എന്ന രീതിയിലേക്ക് ആ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ സ്വരൂപിക്കുന്ന കാര്യത്തിലൊക്കെ പാർട്ടി മാറണം എന്നൊരു അഭിപ്രായം വരുന്നത്. ഞാൻ പക്ഷേ അതിനെ അല്പം ക്രിട്ടിക്കലായിട്ടോടു കൂടിയാണ് കാണുന്നത്. ഇതിന് തൊട്ട് മുമ്പ് 1961 ഗുജറാത്തിൽ ഇതേപോലെ ഒരു സെഷൻ നടക്കുന്നത്. അന്ന് AICCയുടെ സെഷൻ നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, YB ചവാനുണ്ട്. അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്റ്റാൾവാർട്ടുകളെല്ലാം ഉണ്ട്. ആ സമയത്ത് വലിയ ചർച്ചകൾ നടന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഈ പ്രവർത്തക സമിതിയുമായി ബന്ധപ്പെട്ട് ഒരു തിരഞ്ഞെടുപ്പും അവിടെ നടന്നില്ല എന്നുള്ളതാണ്. അന്ന് 7 സീറ്റുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഗുജറാത്തിൽ അവസാനമായി നടന്ന 1961 AICC സെഷനിൽ വളരെ ക്രിട്ടിക്കലായ ഡിസ്കോഴ്സാണ്, അഥവാ വിമർശനാത്മകമായിട്ടുള്ള വ്യവഹാരമാണ് നടന്നത്. സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പോളിസിയെ വിമർശിക്കുന്നതിനോടൊപ്പം 3ാം പഞ്ചവത്സര പദ്ധതിയുടെ സക്രിയമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാർട്ടി സംഘടനാ തലത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് YB ചവാനും ഇന്ദിരാഗാന്ധിയും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരു പവർ സെന്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു ഉണ്ട് എന്ന് ആലോചിക്കണം. ഇന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ സ്റ്റാൾവാർട്ടായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഉണ്ടായിട്ട് പോലും വലിയ വിമർശനങ്ങൾ ഉയരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ AICC സമ്മേളനത്തിൽ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് പ്രവർത്തക സമിതിയിലാവട്ടെ, തുടർന്ന് നടന്ന AICC സമ്മേളനത്തിലാവട്ടെ, രാഹുൽ ഗാന്ധിയെ റെപ്രസെന്റ് ചെയ്യുന്ന നേതൃത്വത്തിനെതിരെയോ ഒരു വാക്ക് പോലും വിമർശനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സ്തുതിപാഠകരായിരുന്നു കൂടുതലും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്ന് പോയ കുറച്ച് നേതാക്കൾ മാത്രമാണ് ക്രിയാത്മകമായി എന്തെങ്കിലും അവിടെ സംസാരിച്ചത് എന്നാണ് നമുക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ആ അർത്ഥത്തിൽ വളരെ ക്രിട്ടിക്കലായൊരു ഡിസ്കോഴ്സ്, ക്രിട്ടിക്കലായിട്ടുള്ളൊരു വ്യവഹാരം അഹമ്മദാബാദിൽ നടന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പ്രവർത്തക സമിതിയിലും നടന്നിട്ടില്ല, അത് തുടർന്ന് നടന്ന 1700ഓളം പ്രതിനിധികൾ പങ്കെടുത്ത AICC സമ്മേളനത്തിലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും പ്രതീക്ഷാനിർഭരമായി ഞാനിതിനെ കാണുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇതുവരെ BJPയെ നേരിടാൻ കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന ആശയപരമായിട്ടുള്ള ഒരു ഘടനയല്ല ഇനി വേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ, സ്മൃതി പറഞ്ഞതുപോലെ സാമൂഹ്യ നീതി എന്ന് പറയുന്നൊരു വേർഡ് അവർ കോയിൻ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, ഞാൻ എപ്പോഴും പറയുന്ന പോലെ 3 എമ്മുകൾ ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നയിക്കാനൊരു മാൻ വേണം, പറയാനൊരു മെസ്സേജ് വേണം, പറയുന്നതിനൊരു മെഷീൻ വേണം. ഈ 3ഉം ഒരു പാർട്ടിക്ക് ഒരു തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ഘടകമാണ്. ഇവിടെ BJPക്ക് പറയാനൊരു മാനുണ്ട്, there is a strong machinery, there is a strong message. ആ മെസ്സേജിനോട് നമുക്ക് വിയോജിപ്പുണ്ടാവാം. അത് ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള, ഹിന്ദുത്വ ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള വിഭജനത്തിൻ്റെ രാഷ്ട്രീയമാണെന്ന് വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ആര് നയിക്കാൻ ഒരു മാൻ വേണം. അല്ല, I mean, there is a man in the sense, there is a woman or man. അല്ല, man or woman, ഞാൻ സബ്സിഡി ചെയ്യുന്നു. ഞാൻ 3 എമ്മിന്റെ ഒരു പ്രാസത്തിലേക്ക് പോയെന്നേ ഉള്ളൂ. അവിടെ ഒരു മനുഷ്യനുണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ തിരുത്തുന്നു, ഒരു മനുഷ്യൻ എന്നാക്കി മാറ്റാം. അപ്പോൾ ഈ 3M വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ അങ്ങനെ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നയിക്കാനൊരു മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് രാഹുൽ ഗാന്ധി എന്ന ഉത്തരമാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പരമാവധി എഫേർട്ട് കഴിഞ്ഞ തവണ ഇട്ടു ജോഡോ യാത്ര. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സാധ്യമായ ഒരു ജനസമ്പർക്ക പരിപാടിയായിരുന്നു ഈ ജോഡോ യാത്ര. 1ഉം 2ഉം ജോഡോ യാത്ര തലങ്ങും കുറുങ്ങയും നടന്നു. പക്ഷേ എന്നിട്ടും പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അത് ലോക്സഭയിലെ പെർഫോമൻസ് മികച്ചതായിരുന്നിട്ടും അത് നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. മഹാരാഷ്ട്ര അടിമുടി പോയി, ഹരിയാന തകർന്നുപോയി, ഡൽഹി തകർന്നുപോയി. ഈ പശ്ചാത്തലത്തിലാണ് ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വർഷം നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ബീഹാറാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒന്ന് വെസ്റ്റ് ബംഗാൾ, കേരള, തമിഴ്നാട്, ആസാം, ഈ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് 2026. ഇതിൽ വെസ്റ്റ് ബംഗാളിൽ നോക്കുക വേണ്ട, 0 അവിടെ ഇപ്പോൾ അവരുടെ വെസ്റ്റ് ബംഗാളിലെ നിയമസഭയിൽ 0 കോൺഗ്രസിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഇല്ല. ഒരു MLA പേരിന് പോലും എടുക്കാനില്ല. ഒരു കാലത്ത് വെസ്റ്റ് ബംഗാൾ അടക്കി ഭരിച്ചിരുന്ന പാർട്ടിയാണെന്ന് ആലോചിക്കണം. ഇന്ത്യൻ നാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചേക്കാവുന്ന രാഷ്ട്രീയ കാരണങ്ങൾ പോലും രൂപപ്പെട്ടത് അവിടുത്തെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ്. അവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് കോൺഗ്രസ് ഇല്ലാതെ. ആസാമിൽ
നോക്കൂ, ആസാമിൽ കോൺഗ്രസിന്റെ ശക്തി എന്ന് പറയുന്നത് കേവലം 29 അംഗങ്ങളാണ്. 60 പേരാണ് അവിടെ BJP. ഒരു കാലത്ത് ആസാം ഭരിച്ചുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ്. ആസാമിൽ ഇന്റർനാഷണൽ കോൺഗ്രസേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അല്ല, അസം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ആയിരുന്നു. അത് മുഖ്യമന്ത്രി തന്നെ മാറി അല്ലേ? ഹിമന്ത ബിശ്വ ശർമ്മയെ തന്നെ തിരിച്ചിപ്പുറത്തേക്ക് കളത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ 2026 ആസാമിലോ വെസ്റ്റ് ബംഗാളിലോ പ്രതീക്ഷയില്ല. പിന്നീടുള്ളത് കേരളമാണ്. എല്ലാ ശ്രമവും കേരളത്തിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഒരു മൂന്നാം ഊഴം എന്നുള്ളത് LDF ഏറെക്കുറെ നിശ്ചയിച്ച മട്ടാണ്. അതിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകവുമാണ്. അതുകൊണ്ട് അവിടെ ഒരു പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസിന് കേരളത്തിൽ ബാക്കി നിൽക്കുന്നു. ഗുജറാത്തിലാവട്ടെ, ഇപ്പോൾ ഈ സമ്മേളനം നടന്ന ഗുജറാത്തിലെ അവസ്ഥ എന്താ? സമ്മേളനം നടന്ന ഗുജറാത്തിൽ 161, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ 30 അല്ല 40 വർഷമായി ഗുജറാത്തിൽ ഒരു കോൺഗ്രസ് സർക്കാർ വന്നിട്ട്. കാര്യം അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് മാധവ് സിംഗ് സോളങ്കിയാണ് ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് ഗുജറാത്തിൽ. അതിനുശേഷം വരുന്നത് പിന്നീട് ചിമൻഭായ് പട്ടേൽ ആണെങ്കിലും അതിനുശേഷം വരുന്നത് നരേന്ദ്രമോദി ആണെങ്കിലും തുടർച്ചയായി കേശുഭായ് പട്ടേൽ, ചിമൻഭായ് പട്ടേൽ വരുന്നത് JP-യുടെ കാര്യത്തിൽ, പിന്നീട് കേശുഭായ് പട്ടേൽ വരുന്നു, പിന്നീട് വരുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ കഴിഞ്ഞ 40 വർഷമായി ഗുജറാത്ത് എന്ന സംസ്ഥാനത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സർക്കാർ രൂപീകരിച്ചിട്ടില്ല. അവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പൊസിഷൻ നോക്കൂ, 12 MLA-മാർ മാത്രമാണ് ഗുജറാത്തിലെ നിയമസഭയിലുള്ളത്. 161 അംഗങ്ങൾ ഉള്ളത് BJP-ക്കാണെന്ന് ഓർമ്മിക്കണം. അവിടെ കഴിഞ്ഞ 1985 വരെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഈ ഗുജറാത്ത് കഴിഞ്ഞ 40 വർഷമായി BJP-യുടെ കൈപ്പിടിയിൽ ഒതുങ്ങി. അതുകൊണ്ട് ഗുജറാത്ത് ഒരു പൈലറ്റ് സ്റ്റഡി ആയിട്ട് എടുക്കാൻ പോവുകയാണ്. ഈ മാസം ഏപ്രിൽ 15-ാം തീയതി ഗുജറാത്തിൽ രാഹുലും ഈ പറയുന്ന മല്ലികാർജുൻ ഖാർഗെയും കൂടി ചേർന്ന് പ്രവർത്തക സമിതി യോഗം, അവിടുത്തെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട യോഗം വിളിക്കുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ചാണ് ഈ DCC പുനഃസംഘടനയെക്കുറിച്ച് ആലോചിക്കാൻ പോകുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് രാജസ്ഥാനിൽ ഏപ്രിൽ 28-ാം തീയതി മീറ്റിംഗ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊരു നയിക്കാൻ ഒരു മനുഷ്യനുണ്ടാവുക, ഒരു ലീഡർ ഉണ്ടാവുക എന്നുള്ളത്. രണ്ടാമത്തത് നയിക്കാൻ പറയാനൊരു മെസ്സേജ് ഉണ്ടാവുക. അവിടെയാണ് പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ മാറ്റം കോൺഗ്രസ് ആലോചിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരുന്നു. കുറേ കാലം അവരെന്തിൻ്റെ പിന്നാലെ പോയി? BJP-യുടെ നാഷണലിസത്തിന് പിന്നാലെ മൃദു ഹിന്ദുത്വവുമായിട്ട് പോയി. അതിനുശേഷമാണ് അത് തിരിച്ചറിയുന്നത്. പക്ഷേ മൃദു ഹിന്ദുത്വത്തെ ഏത് ആശയം വെച്ച് പ്രതിരോധിക്കാൻ കഴിയും? മൃദു ഹിന്ദുത്വത്തെ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു ആശയവും കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഒരു പുതിയ ആശയം, ഞാൻ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നത്. എപ്പോഴും ദേശീയത പറയുന്നു, ബഹുസ്വരതയിലൂന്നിയ പക്ഷെ നോക്കൂ, ഈ ദേശീയതയെക്കുറിച്ച് പറയാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും ആർജവമുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നാണ്. കാര്യം ഒരു രാജ്യത്തെ ഒരു പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന 2 നേതാക്കളെ രാജ്യത്തിന് വേണ്ടി ബലി കൊടുത്ത ഒരേ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ദിരാഗാന്ധി, മറ്റൊരാൾ രാജീവ് ഗാന്ധി, പിന്നെ ആ പാർട്ടിക്ക് വേണ്ടി അക്ഷീണമായി പ്രയത്നിച്ച മനുഷ്യർ, ആ പാർട്ടിയുടെ ആശയമായി ചേർന്ന് നിന്ന് പോകുന്ന മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഐക്കൺ, ഇതൊക്കെ ഉള്ള ഒരു പാർട്ടിക്ക് ദേശീയതയെക്കുറിച്ച് പറയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. ആ ദേശീയത നിർവചിക്കുന്നതിൽ പാർട്ടിയുടെ ഇൻ്റലക്ച്വൽസിന് സംഭവിച്ച വീഴ്ച വളരെ കൃത്യമായി മതപരമായ ദേശീയതയിലേക്ക് മാറ്റാൻ BJP-ക്ക് സാധിച്ചു. പക്ഷേ ഇനി അതിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ദേശീയതയെ, നമ്മൾ പറയുന്ന കോൺഗ്രസിൻ്റെ ഇൻക്ലൂസീവായ ദേശീയതയേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് എളുപ്പം ബോധ്യപ്പെടുക എക്സ്ക്ലൂസീവായ അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന BJP-യുടെ ഹിന്ദുത്വ നാഷണലിസമാണ്. അത് വളരെ കൃത്യമായി സമൂഹത്തിൽ സ്വയം പ്രവർത്തനക്ഷമമായിരിക്കുന്നു എന്നതാണ് എൻ്റെ ടേക്ക്. അതിനെ ഇനി തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒരു ആശയം കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഇൻക്ലൂസിവിറ്റിയിൽ അധിഷ്ഠിതമായ സാമൂഹിക നീതി എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇത് എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യമാവും? അത് ബോധ്യമാവണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കാസ്റ്റ് സെൻസസ് എന്നുള്ളത് യാഥാർത്ഥ്യമാവണം. കാസ്റ്റ് സെൻസസിൽ തൊടുമ്പോഴാണ് ഇനി നിങ്ങൾക്ക് ജനങ്ങളെ തൊടാൻ പറ്റുക. നിങ്ങൾക്ക് ദേശീയതയിൽ മതത്തെ തൊട്ടു എന്നതുപോലെ ഇനി ജനങ്ങളെ തൊടാൻ കഴിയുന്നത് ഈ കാസ്റ്റ് സെൻസസിൽ തൊടുമ്പോഴാണ്. അത് അവരുടെ മൊബിലിറ്റി നിശ്ചയിക്കുന്നതാണ്, അതവരുടെ മുന്നോട്ടുള്ള യാത്രയെ നിശ്ചയിക്കുന്നതാണ്. അങ്ങനെ ഹൈറാർക്കിയിൽ മുകളിലേക്ക് പോകാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാക്കാൻ കഴിയുന്ന കാസ്റ്റ് സെൻസസിൽ കോൺഗ്രസ് യഥാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ OBC വോട്ട് ബാങ്ക് ഇപ്പോഴും ശക്തമായതാണ്, SC വോട്ട് ബാങ്ക് ശക്തമായതാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ് ആ രീതിയിലേക്ക് ആശയങ്ങൾ പരുവപ്പെടുത്താൻ പോകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മൂന്നാമത്തത് ഈ സംഘടന എന്നുള്ളത്, അത് DCC അധ്യക്ഷന്മാർ. പക്ഷേ അവിടെ അപകടമുണ്ട്. ഈ DCC അധ്യക്ഷന്മാരെ ആര് തീരുമാനിക്കും? DCC അധ്യക്ഷന്മാരെ ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും അവിടെ പ്രശ്നം ഉണ്ടാവും. അവിടെ നോമിനേറ്റഡ് DCC-മാർ വരുന്ന സമയത്ത് ഇന്നർ പാർട്ടി ഡെമോക്രസി എന്നുള്ളത് ഇല്ലാതാവും. വിവിധ ഫാക്ഷനുകൾ നിലനിൽക്കുന്ന സംവിധാനമാണ്. മാത്രമല്ല 3 വർഷം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ DCC അധ്യക്ഷന്മാർക്ക് കഴിയാതെ വരുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുണ്ട്. അവർ DCC അധ്യക്ഷന്മാരാകുമോ? ഏറ്റവും മികച്ച ആളുകളെ DCC അധ്യക്ഷന്മാരാകുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് മികച്ച DCC അധ്യക്ഷന്മാരായിട്ടിരിക്കാൻ കഴിയുക? ഈ ചോദ്യങ്ങളൊക്കെ ഇനി കോൺഗ്രസ് മുന്നിൽ നേരിടാൻ പോകുന്ന ചോദ്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഹരിയാനയിൽ
ഒരൊറ്റ DCC പ്രസിഡന്റുമാർ പോലും ഇല്ല കേട്ടോ. ഹരിയാന പൂർണ്ണമായിട്ടും DCC പ്രസിഡന്റുമാർ ഇല്ലാത്തൊരു സ്റ്റേറ്റായി മാറിക്കഴിഞ്ഞു. അതേപോലെയാണ് മിക്ക സംസ്ഥാനങ്ങളിലും DCC പ്രവർത്തനക്ഷമമേ അല്ല എന്നുള്ളതാണ്. ലോവർ പാർട്ടിയിൽ താഴ്ന്ന ഘടകങ്ങളൊന്നും തന്നെ സജീവമല്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഘടകം. അതുകൊണ്ട് താഴെത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുക്കുക. അതിലെല്ലാ കാലത്തും 1970-കളിലൊക്കെ ഈ ഇന്നർ പാർട്ടി നിശ്ചയിച്ചിരുന്നത് ഈ DCCമാരാണ്. ഓരോ സംസ്ഥാനത്തെയും ജില്ലാ കേന്ദ്രങ്ങളിലെ ജില്ലാ അധ്യക്ഷന്മാരാണ് ശക്തിദുർഗങ്ങളായിരുന്നത്. അതേപോലെയുള്ള ജില്ലാ അധ്യക്ഷന്മാർ ശക്തമായിട്ട് വരണം. കേരളത്തിൽ തന്നെ നോക്കൂ, കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ അധ്യക്ഷന്മാരിൽ ഒന്ന് എറണാകുളം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ മലപ്പുറം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ അവിടെ തല്ലുകൂടിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ DCC അധ്യക്ഷന്മാരുടെ പ്രകടനം കോൺഗ്രസിൻ്റെ ശക്തിയെ തീരുമാനിക്കുന്നു. അത് ഏറെക്കുറെ നന്നായി പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും DCC എന്ന് പറയുന്ന പൊസിഷൻ പോലുമില്ല, DCC അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അവിടെ നിന്നാണ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വരുന്ന നാളുകളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന വെല്ലുവിളി ആരാണ് ലീഡർ എന്നുള്ളത്, ആ ലീഡറിൻ്റെ കരിസ്മ മോദിക്കും അപ്പുറം നിൽക്കുന്ന ഒരു കരിസ്മയായി മാറുക എന്നുള്ളത്, രണ്ട് പറയാൻ പോകുന്ന മെസ്സേജ് എന്നുള്ളത് അത് വളരെ വ്യക്തമായും കൃത്യമായും ജനങ്ങളെ സ്പർശിക്കുന്നതുമാവുന്ന ഒരു മെസ്സേജ്. മുദ്രാവാക്യങ്ങളല്ല, തരൂര് പറഞ്ഞതുപോലെ ജനങ്ങളുടെ കാര്യത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന പോസിറ്റിവിറ്റിയുള്ള ഒരു സംഘടനയായി പാർട്ടിയെ മാറ്റാൻ കഴിയുക എന്നുള്ളതാണ്. അതിന് ഞാൻ നിർദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യഥാർത്ഥത്തിൽ ജോഡോ യാത്രയിൽ അവർ പരിശ്രമിച്ചതാണ് എല്ലാ NGO മൂവ്മെൻറ്റുകളെയും, എല്ലാ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളെയും, എല്ലാ നവസാമൂഹ്യ സംഘടനകളെയും ഒരുമിച്ച് കോർത്തിണക്കാൻ കഴിയുന്ന ഒരു പാർട്ടി മെഷീനറി ഇന്റർനാഷണൽ കോൺഗ്രസിന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആർജവത്തോടു കൂടി നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറട്ടെ എന്ന് കരുതാം. കാരണം ഇന്ത്യ രാജ്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സ്ഥാനം അത്രമേൽ വലുതാണ്. ആൻഡ്രു, ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു AICC സമ്മേളനമാണ് ഇപ്പോൾ കഴിഞ്ഞതെന്നുള്ളതാണ്. 84-ാം സമ്മേളനം എന്ന് പറയുന്നത് ശക്തമായി കോൺഗ്രസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടുള്ള സമ്മേളനം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1960-കളിലെയും 70-കളിലെയും കരുത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അത് ഇപ്പോഴത്തെ രീതിയിൽ നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താരതമ്യേന ഏറ്റവും കുറഞ്ഞ ഇലക്ഷനുള്ള വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഒരേ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ മാത്രമേ ഉള്ളൂ. ആ വർഷത്തിൽ ആ ഒരു വർഷം കൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ DCCകളെയും പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് AICC സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് KC വേണുഗോപാൽ പറയുന്നത്, ജനറൽ സെക്രട്ടറി പറയുന്നതാണ്. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിന് ചിലപ്പോൾ തുടക്കം കുറിക്കാനാണ് സാധ്യത എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിന് ഞാനൊരു കാരണം കാണുന്നത്, ഈ 2024 ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് ഈ കോൺഗ്രസ്സിന് ഇനി BJPനെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ പൊതുജനങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. ഇനി ഒരിക്കലും BJPനെ അധികാരത്തിൽ നിന്ന് തുടച്ചെറിയാൻ കഴിയില്ലായിരുന്നു, വലിയ രീതിയിലുള്ള തോൽവി വാങ്ങേണ്ടി വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടായിരുന്നു നേതാക്കന്മാരടക്കം ഈ ഇലക്ഷനെ നേരിട്ടത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ നേതാക്കന്മാർ. അവരുടെ മുന്നിലേക്ക് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തോൽപ്പിക്കാൻ കഴിയാത്തതല്ല, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിന്നാൽ ഈസിയായി വിജയിപ്പിക്കും, നമുക്ക് കോൺഗ്രസിനും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കും വിജയിച്ച് കടന്നു കയറാം എന്നുള്ള ഒരു മെസ്സേജ് ഈ പറയുന്ന 2024 ഇലക്ഷൻ കൊടുത്തു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന 84-ാം കോൺഗ്രസ് ഇവിടെ വെക്കാൻ കാരണം, അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ വെക്കാൻ കാരണം. ഗുജറാത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ നാടാണ്. ഏറ്റവും വലിയ രീതിയിൽ BJP വോട്ട് സമാഹരിക്കുന്ന സ്ഥലമാണ്. അവിടെ പോയി അമിത്ഷായുടെ നാടാണ്. അവിടെ പോയി ഈ സമ്മേളനം വെച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അവരുടെ മുന്നിൽ ഞങ്ങൾ ഒരു വലിയ പാർട്ടിയാണ്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജ് ലോകത്തുള്ള ഇന്ത്യയിലുള്ള കോൺഗ്രസ്സുകാർക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് ഞാൻ വലിയൊരു അവരുടെ കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം വളർത്താൻ വേണ്ടിയിട്ട് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന് ഞാൻ ഈ KC വേണുഗോപാലിനെയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഇതുപോലെയുള്ള ശക്തമായ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. എന്താണ് ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത്? ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് BJP എന്താണോ വിചാരിക്കുന്നത് അത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അടുത്ത 2029 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും ഈ ഒരു നിലപാടല്ല ഉണ്ടാകുക എന്നുള്ളതാണ്. 2029 ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 240ഓളം വരുന്ന ഇന്ത്യ മുന്നണി MP-മാർ പാർലമെൻറ്റിലുണ്ട്. ഇപ്പോൾ തന്നെ അവർ ബഹളം കൂട്ടേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ ശക്തമായ വാദപ്രതിവാദങ്ങൾ ഈ പറഞ്ഞ പാർലമെൻറ്റിൽ 2029 ഇലക്ഷനിൽ നടക്കും. അത് 2024 BJP നേരിട്ടതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് കോൺഗ്രസ് മുന്നോട്ട് പോകാൻ പറ്റും. അതോടൊപ്പം തന്നെ പാർട്ടിയെ അടിസ്ഥാനപരമായി ജില്ലാ ഘടകങ്ങളിൽ നിന്നും വലുതാക്കി വലിയ രീതിയിലേക്ക് പാർട്ടിനെ വളർത്തുക എന്നുള്ളതാണ്. പാർട്ടിനെ വളർത്തണമെങ്കിൽ KPCC അതായത് PCC അധ്യക്ഷന്മാരായിരുന്നു സാധാരണ DCC അധ്യക്ഷന്മാരെ നിശ്ചയിച്ചുകൊണ്ടിരുന്നത്, അല്ല ആ കമ്മിറ്റികളായിരുന്നു നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു പ്രശ്നമുണ്ട്. അതിനകത്ത് പ്രശ്നം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ
നാട്ടിൽ തന്നെ 2 or 3 വിഭാഗങ്ങളുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു നേതാവിനെ നിശ്ചയിക്കുക എന്ന് പറയുന്നത് അതാത് PCC അധ്യക്ഷന്മാർക്കോ അല്ലെങ്കിൽ ആ പറയുന്ന കമ്മിറ്റികൾക്കോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ജില്ലയിലെ PCC അധ്യക്ഷനെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് എത്രമാത്രം രീതിയിൽ എതിർപ്പ് ഇടും. അതിനൊരു ഗ്രൂപ്പിസമാണെന്ന് പറയും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ആളാണ്, ആ ഗ്രൂപ്പിൻ്റെ ആളാണ്, അതുകൊണ്ട് മറ്റേ ഗ്രൂപ്പ് വിട്ടു നിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള പേരുദോഷം കേട്ടിട്ടാണ് ഒരു DCC പ്രസിഡന്റുമാരെ അപ്പോയിൻറ്റ് ചെയ്യാറ് പൊതുവെ. പക്ഷേ ഈ ഇപ്പം എന്താണ് ACC എടുത്ത നിലപാട് എന്ന് പറയുന്നത് എന്താണ്, ACC അല്ലെങ്കിൽ ACC ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ടീം DCC അധ്യക്ഷന്മാരെ നിയമിക്കും എന്നുള്ളതാണ്. PCC അധ്യക്ഷന്മാർക്ക് വലിയ രീതിയിൽ റോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ റോളിന് DCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്, ഒരു അന്വേഷണ കമ്മിറ്റീനെ അല്ലെങ്കിൽ ഒരു സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് DCC ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാൻ താല്പര്യം നന്നായി പ്രവർത്തിക്കുമെന്ന് ACC തീരുമാനിക്കുന്ന ഒരാളെ DCC പ്രസിഡൻ്റായി മാറ്റും എന്നുള്ളതാണ്. അതോടുകൂടി എന്താവും, അതിനൊരു ശക്തമായ നിലപാട് വരുന്നുണ്ട്. ഇതാരാണ് ഇത് നിശ്ചയിച്ചതാരാണ്, ACC ആണ് എന്നുള്ളൊരു നിലപാട് DCC അധ്യക്ഷന്മാർക്ക് വരും. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ DCC അധ്യക്ഷന്മാരെ ACC തീരുമാനിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടിരിക്കുന്നത് KC വേണുഗോപാൽ അടക്കമുള്ള കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ പറയുന്നത് എന്താണ്, അതെല്ലാം പ്രാദേശികമായ വിഷയങ്ങളാണ്, പ്രാദേശികമായ നേതാക്കന്മാർ ആ വിഷയത്തിൽ തീരുമാനമെടുത്തോളൂ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇനി പറയാൻ പോകുന്നത്, ഇനി ACC കാലം വയനാട് ആരാണ് പിന്നെ DCC പ്രസിഡന്റ്, കണ്ണൂർ ആരാണ്, കോഴിക്കോട് ആരാണെന്നുള്ളത് ACC നിശ്ചയിക്കും. അത് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാവും ഒരു സർവേ നടത്തി PCC അധ്യക്ഷന്മാരെ നിശ്ചയിക്കുക എന്നുള്ളത്. ആ മാറ്റങ്ങളൊക്കെ വലിയ രീതിയിൽ ഇന്ത്യയിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വലിയ സംവിധാനങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടുകൂടി തന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നണിയെ പുനർജീവിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണ്, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ലോക്സഭ ഇലക്ഷൻ്റെ സമയത്തേക്ക് മാത്രമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തെ ഒരു വർഷമോ 1.5 വർഷമോ മുന്നേ മാത്രം യോജിപ്പിച്ച് കൊണ്ടുപോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ട പണി എന്ന് പറയുന്നത്, കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട വോട്ടിംഗ് ഷെയർ നഷ്ടപ്പെട്ടു പോയ വോട്ട് നഷ്ടപ്പെട്ടത് പോയി, അത് ആരെങ്കിലും നിന്ന് നഷ്ടപ്പെട്ടു, അത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നഷ്ടപ്പെട്ടു, ഏത് രീതിയിലാണ് അതിന് ദോഷം വച്ചത്. അത് നേരത്തെ ഉണ്ണി സാർ പറഞ്ഞതുപോലെ ദളിത് വിഭാഗങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അവരെ എങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ, അടിസ്ഥാനമായി വർഗ്ഗക്കാരുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, തൊഴിലാളികളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ വോട്ടുകളെല്ലാം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് നോക്കുന്നത്. അത് ശക്തമായ രീതിയിൽ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ഒരു നയരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സമ്മേളനത്തോട് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കർഷകരുടെ കാര്യത്തിലും അത് കർഷകരെ മുന്നിട്ട് നടത്താൻ ഇപ്പോൾ ശക്തമായ പാർട്ടി, നമ്മൾ ഒരു പ്രാദേശിക പാർട്ടി അല്ലല്ലോ കുറച്ചിരുന്നത്, ഇന്ത്യയിലെ BJPനെ എങ്ങനെ എതിർക്കാം എന്നുള്ളതാണല്ലോ ചിന്തിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് തന്നെയാണ് അതുമായി മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെ എങ്ങനെ അടക്കി നിർത്താം എന്നുള്ളത് ഈ അതാണ് പറയുന്നത്. മാർച്ചിൽ തന്നെ രാഹുൽ ഗാന്ധി ശക്തമായി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പണിയെടുക്കുന്ന ഗുജറാത്തിൽ തന്നെ പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് അതൊക്കെ ശക്തമായ നിലപാടാണ്. അപ്പോൾ എന്താണ്, നിങ്ങൾ കോൺഗ്രസ്സായി നിൽക്കുകയും BJPക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്യുന്ന ആൾക്കാർ ഈ പാർട്ടിയിൽ ഉണ്ടാകില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നുണ്ടുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം ഇനി എന്താണ്, ഇപ്പം 2 സമ്മേളനം കൂടെ അവർ നിശ്ചയിപ്പിച്ചല്ലോ. ഇപ്പം 15-ാം തീയതി അവിടെ തന്നെ വരണം, 28-ാം തീയതി രാജസ്ഥാനിലും. അപ്പം ഇനി എന്താണ് നമ്മൾ കാണാൻ പോകുന്നതെന്നറിയോ, കേരളത്തിലെ 28 ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും AICCൻ്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ നടക്കും. അവിടുത്തെ പ്രാദേശികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതവിടെ നടപ്പിലാക്കുകയും ചെയ്യും. അപ്പോൾ കോൺഗ്രസ്സിന് വലിയ രീതിയിലൊരു പുനർജനി ഉണ്ടാകുമെന്ന് അവർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായിരിക്കും ഇനി നടക്കാൻ പോകുക. അത് എന്ന് പറയുന്നത് 2029 ഇലക്ഷൻ വരെ നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. പിന്നെ ഈ രാഹുൽ ഗാന്ധിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കോൺഗ്രസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും മുൻനിർത്തി തന്നെയാണ് കോൺഗ്രസ് പോകേണ്ടത്. അവരുടെ നിലപാട് സ്വീകരിച്ചാണ് കോൺഗ്രസ് പോകേണ്ടത്. അവർക്കുണ്ടാകുന്ന തെറ്റുകൾ തിരുത്തിയാണ് കോൺഗ്രസ് പോകേണ്ടത്. ഞാൻ വിചാരിക്കുന്നില്ല 84-ാം AICCൻ്റെ സമ്മേളനത്തിൽ പോയി രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെയും ശക്തമായി വിമർശിക്കേണ്ടിയിരുന്ന ഒരു യോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ എന്താണോ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, അത് ശക്തമായി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് വിമർശിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ, ഈ പറയുന്ന കോൺഗ്രസ് ഇതര പാർട്ടികൾക്കെല്ലാം, BJP അടക്കമുള്ള പാർട്ടികൾക്കെല്ലാം അവിടെ ചെന്ന് അവർ കൂട്ടത്തല്ലായി എന്ന് പറയാൻ ഇന്ത്യക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ അത് ഗുണം ചെയ്യുള്ളൂ. അപ്പം
അവർ എന്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? അവർ അത് പ്ലാനോടുകൂടിയും വൃത്തിയായും പഠിച്ചിട്ടാണ്. ആ പഠിക്കാനുള്ള ഒരു ഊർജ്ജം നൽകി 2024 ഇലക്ഷനാണ്. 2024 ഇലക്ഷനിൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ അതുപോലും കോൺഗ്രസ്സുകാർ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിങ്ങനെ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നുള്ള ചോദിച്ച കോൺഗ്രസ്സുകാരെ എനിക്കറിയാം. അപ്പോൾ അതുപോലും എന്താണ് ആ ഒരു ആത്മവിശ്വാസം വലിയ രീതിയിൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്? കോൺഗ്രസ്സുകാർക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോൺഗ്രസ്സുകാർക്ക് ആത്മവിശ്വാസമായിരിക്കും 2029 ഇലക്ഷനിലേക്ക്. ഇനി കോൺഗ്രസിന് മുന്നിൽ ഒറ്റ കാര്യമുള്ളൂ, അതിൻ്റെ ഇടയ്ക്കുള്ള പ്രാദേശിക സ്റ്റേറ്റ് ഇലക്ഷനുകളെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ കൂടെ കോൺഗ്രസിൻ്റെ AICCന് മുന്നിലുള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് 2029 അധികാരം പിടിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. ആ അധികാരത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരാൻ പറ്റും. അങ്ങനെ ഒരേ ഒരു പാർട്ടി ഇനി ഇന്ത്യയിലുള്ളൂ. പ്രതിപക്ഷ പാർട്ടിയായിട്ട് നിൽക്കാൻ പറ്റിയ വേറൊരു പാർട്ടി ഇന്ത്യയിലില്ല. ആ പാർട്ടി ഒറ്റക്കെട്ടായി നിന്ന് ഈ പറഞ്ഞ 2029 തിരിച്ചു വരാനുള്ള ശക്തമായ ഒരു ഒരു സമ്മേളനമായി റോഡ് മാപ്പായി 2084 സമ്മേളനം മാറി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു ഇടവേള ആവശ്യമില്ല. സുജയ, പ്രതീക്ഷിക്കാൻ എല്ലാവർക്കും ഓരോ കാരണങ്ങളുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഒരു സമ്മേളനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഒരു പാർട്ടി എന്ന നിലയിൽ അവർ ഒരു തിരിച്ചുവരവിനായിട്ടുള്ള ഒരു അവസാന ശ്രമം നടത്തുകയാണ്. അപ്പോൾ അത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ആ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പാവുകയാണെങ്കിൽ നല്ലതുമാണ്. കാരണം ഉദയ്പൂർ ചിന്തൻ ശിബിറിൽ എടുത്ത തീരുമാനങ്ങളിൽ പലതും നടപ്പാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. ആ നടപ്പാക്കാതെ പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായി ഒരു പാത വെട്ടി തുറക്കാതെ പോയ കാര്യങ്ങൾ, അത് യുവാക്കളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ, അതൊക്കെ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുമുണ്ട്. കാരണം ഈ പുനഃസംഘടനയിലടക്കം കൊണ്ടുവരേണ്ട മാറ്റങ്ങളടക്കം അന്നത്തെ ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിൽ ചർച്ചയായതാണ്, തീരുമാനങ്ങൾ എടുത്തതാണ്. പക്ഷേ ആ റെസൊല്യൂഷൻസ് ഒക്കെ പൂർണ്ണമായും ഫുൾഫിൽ ചെയ്യാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അത് പാർട്ടി തിരിച്ചറിയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ എംപവർമെന്റ് ഓഫ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ്സ്, DCC പ്രസിഡന്റുമാർ എന്നതിൽ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ചർച്ചകളിൽ കൂടുതൽ ഭാഗവും ഈ അഹമ്മദാബാദ് യോഗം അതിൻ്റെ ഒരു ഡെലിബറേഷൻസിലേക്ക് പോകുന്നതിനായി കൂടുതൽ സമയം ചെലവഴിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഈ പരിഷ്കരണങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഈ KSU മുതൽ അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് പ്രതിപത്തിയുള്ള ആളുകൾ മാത്രം പോരാ പാർട്ടിയിൽ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിന്റെ ഐഡിയോളജി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ഒരു യുവനിര പാർട്ടിയിലേക്ക് വരണം. അത് പുതുതായി വരിക എന്നതുകൂടി അവർ, അതായത് പ്രൊഫഷണൽസ് അടക്കമുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ, അത് BJPയുടെ ഒരു തന്ത്രമാണ്. അതേ തന്ത്രം പ്രൊഫഷണൽസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലികളിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ പാർട്ടിയിലേക്ക് കൂടുതലായി കൊണ്ടുവരിക എന്ന BJPയുടെ അതേ തന്ത്രം തന്നെ കോൺഗ്രസും മറുഭാഗത്ത് ആവിഷ്കരിക്കാൻ പോകുന്നു. അത് ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അതൊരു വിന്നിംഗ് ഫോർമുലയാണ്. കാരണം BJP പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ്. കാരണം കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അങ്ങനെ പല നേതാക്കളെയും നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവർ ആശയപരമായി കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ BJPക്കൊപ്പം ആദ്യം മുതലേ ഉള്ളവരായിരിക്കില്ല. പക്ഷേ അല്ലാതെ ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി അധികാരത്തിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ സമാനമായ രീതിയിൽ കൂടുതൽ യുവാക്കളെ പാർട്ടിയിലേക്ക് എത്തിച്ചുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ നമ്മൾ പറയുന്നത് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നാണ്. അതുപോലെ തന്നെ ഒരു പ്രായമായ ആളുകളുടെ ഒരു സംഗമമായി കോൺഗ്രസ് പാർട്ടി മാറാതിരിക്കാൻ വേണ്ടി കൂടുതൽ യുവാക്കളെ കൊണ്ടുവരിക, അങ്ങനെ പാർട്ടിയെ കുറച്ചുകൂടി യൂത്ത്ഫുൾ ആക്കുക, അങ്ങനെയുള്ള ഒരു ആശയത്തിലേക്ക് പാർട്ടി എത്തിയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി, ഇപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ കുറേ ആഴ്ചകളായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഏകദേശം 400 DCC അധ്യക്ഷന്മാരുമായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചകളിൽ നിന്ന് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എവിടെയാണ് കോൺഗ്രസിന് ഒരു ഗ്രിപ്പ് കിട്ടാതെ പോകുന്നത് എന്നത് അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ നടത്തിയ ഈ യാത്രയിലൂടെ അല്ലെങ്കിൽ ആശയ രൂപീകരണത്തിലൂടെ, കേരളത്തിലും അങ്ങനെയുള്ള ചർച്ചകൾ ദീപാദാസ് മുൻഷി അടക്കം നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ കൃത്യമായ വിവരങ്ങൾ അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാജ്യത്താകെയുള്ള കോൺഗ്രസിൻ്റെ 862 DCC അധ്യക്ഷന്മാരാണുള്ളത്. അപ്പോൾ ആ 862 ഡിസ്ട്രിക്ട് ബോഡീസ്, അപ്പോൾ അതിനെ എങ്ങനെ പുനഃസംഘടിപ്പിക്കണം, അവിടെയാണ് മാറ്റം വേണ്ടത് എന്നവർ തിരിച്ചറിയുന്നുണ്ട്. അത് കൃത്യമായ കാൽക്കുലേഷനോട് കൂടിയുള്ള ഒരു മാറ്റമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ 862 കുറഞ്ഞതൊരു 400-450 DCCകളിലെങ്കിലും അധ്യക്ഷർ മാറേണ്ടതുണ്ട്. അത് മാറിയാൽ മാത്രമേ, കേരളത്തിലടക്കം മാറ്റം വരേണ്ടതുണ്ട്, മാറിയാൽ മാത്രമേ അതാത് ജില്ലകളിൽ കോൺഗ്രസിന് ഒരു റിവൈവൽ സാധ്യമാകൂ എന്ന ഒരു തിരിച്ചറിവിലേക്ക് പാർട്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലെ ക്രൈറ്റീരിയ എന്തായിരിക്കും? ഈ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയാണ് പ്രധാനം. തെരഞ്ഞെടുക്കുമ്പോൾ പലപ്പോഴും ജാതി, സമുദായം, അതുപോലെ തന്നെ ഗ്രൂപ്പ്, അങ്ങനെ പല കാര്യങ്ങൾ കേരളത്തിലടക്കം നമ്മൾ കാണുന്നതാണല്ലോ. എങ്ങനെയാണ് ഒരു DCC അധ്യക്ഷനെ അല്ലെങ്കിൽ അധ്യക്ഷയെ തെരഞ്ഞെടുക്കുക എന്നത്. അതിന് പകരം ഈ സെലക്ഷൻ ക്രൈറ്റീരിയ കോൺഗ്രസ് എന്ന പാർട്ടി മാറ്റുകയാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ കോൺഗ്രസ് ഐഡിയോളജിയോട് കൂടി തന്നെ KSU മുതൽ അങ്ങനെ വരുന്ന, അതായത് സ്റ്റുഡൻറ് കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസുമായി ചേർന്ന് വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ സ്ട്രീറ്റ്സിൽ ഒരു സ്ട്രഗിളിന് തയ്യാറായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ പാർട്ടിയോടൊരു ഡെഡിക്കേഷൻ, പാർട്ടിയുടെ ആശയത്തോട്, അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടി സ്വയം മറന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി സെൽഫ്ലെസ് ആയിട്ട് നിൽക്കാൻ
കഴിയുന്ന ആളുകൾ. അതാണ് ക്രൈറ്റീരിയ. അത് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാസ്റ്റ്, അതുപോലെ തന്നെ ഈ റെക്കമെൻഡേഷൻസ് അതൊക്കെ വെച്ചുകൊണ്ട് ഈ ലിസ്റ്റ് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് ശരിയല്ല, അല്ലെങ്കിൽ അത് ഫ്യൂട്ടൈലാണ് എന്ന് പാർട്ടി തിരിച്ചറിയുന്നു എന്നതാണ് ഈ ചർച്ചകളിൽ നേതാക്കൾ പറഞ്ഞ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ, നിങ്ങൾ പറഞ്ഞ പോയിന്റുകളിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല, മല്ലികാർജ്ജുൻ ഖർഗെയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടാണ്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ എപ്പോഴും DCC പ്രസിഡന്റിന് കാര്യമായ ഒരു സേ കിട്ടാതെ പോകുന്നത് കേരളത്തിലടക്കം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ DCC പ്രസിഡന്റിനാണ് ആ ജില്ലയിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു അവിടെയുള്ള ഒരു നിയമസഭാ സീറ്റിൽ വിജയസാധ്യത കൂടുതലുള്ള ആൾ ആരാണ്, അല്ലെങ്കിൽ ഏത് സ്ഥാനാർത്ഥിയോടാണ് ആളുകൾക്ക് ഒരു അഫിനിറ്റി ഉള്ളത് എന്നത് തിരിച്ചറിയാൻ കഴിയുന്നത് DCC പ്രസിഡന്റിനാണ്. നന്നായി വർക്ക് ചെയ്യുന്ന ഒരു DCC പ്രസിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ആ രീതിയിലുള്ള അധികാരം ഉറപ്പാക്കും എന്നുള്ളത് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേക്കുറിച്ച് രമേശ് ചെന്നിത്തല കമന്റ് ചെയ്തത് 1970-കളിൽ ആ കാലഘട്ടത്തിലൊക്കെ പാർട്ടി അങ്ങനെയായിരുന്നു. അതായത് DCCകൾ എടുക്കുന്ന ഒരു ഡിസിഷനെ അത് KPCC കൂടി അതിനെ പിന്താങ്ങിക്കൊണ്ട് അത് AICCയിലേക്ക് എത്തുന്നു. അതാണ് കൃത്യമായി ഘടനാപരമായി 1970-കളിൽ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലേക്കൊരു തിരിച്ചുപോക്കാണ് ഈ 2025-ൽ പാർട്ടി എത്തിയിരിക്കുന്നത്. അപ്പോൾ 1970-കളിൽ കോൺഗ്രസിന്റെ സ്ട്രെങ്ത് എന്താണ്, കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു ലോക്സഭയിലടക്കം, കോൺഗ്രസ് എങ്ങനെയാണ് അധികാരത്തിലിരുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ പഴയ കാലത്തെ ആ ഒരു അത്രയും സീറ്റുകളിലേക്ക് എത്തുക, അതായത് പാർട്ടിക്ക് ശക്തി ഉണ്ടാക്കി പാർട്ടിയുടെ സംഘടനാ സംവിധാനം ശക്തമാക്കുന്നതിനപ്പുറം അധികാരത്തിലേക്ക് എത്തുക, എത്ര സംസ്ഥാനങ്ങളിൽ അധികാരത്തിൽ എത്താൻ കഴിയാതെ പോയിട്ടുണ്ട് എന്നതടക്കം കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ ഛത്തീസ്ഗഡിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡിലെ മുൻ ഉപമുഖ്യമന്ത്രി TS സിംഗ്ദിയോ അദ്ദേഹം പറഞ്ഞത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പാളിപ്പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ്സിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണം എന്നതാണ് സിംഗ്ദിയോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യം അംഗീകരിക്കപ്പെടുകയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഈ പറയുന്ന പലതരത്തിലുള്ള സ്വാധീന ഘടകങ്ങളിലൂടെ സ്ഥാനാർത്ഥി നിൽക്കുകയും അത് തോറ്റുപോവുകയും അവിടെ BJP കയറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ അടുത്ത കാലയളവിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലീനിങ് അപ്പ് എന്നതാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അപ്പോൾ ഈ സംഘടനാ സംവിധാനത്തിൽ അങ്ങനെ ഒരു ക്ലീനിങ് അപ്പ് ഓപ്പറേഷനിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ്, കേരളത്തിലടക്കം എത്രത്തോളം സാധ്യമാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നടക്കുകയാണെങ്കിൽ നല്ലതാണ്. നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ BJPയുമായുള്ള ബന്ധം, ആൻഡോ സാർ നേരത്തെ സൂചിപ്പിച്ച BJPയുമായുള്ള ബന്ധം, അല്ലെങ്കിൽ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ പറഞ്ഞതുപോലെ BJPയുമായി വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു ബന്ധം സൂക്ഷിക്കുന്ന എന്നാൽ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരനായി നിൽക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരെ കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോഴേ അവരെ ചെറിയിപ്പിക്കുക, അവരെ എടുത്ത് പുറത്തു കളയണം. ആ പുറത്തു കളയാൻ സാധിക്കാതിരിക്കുന്നത് പലരും വലിയ ഗാംഭീര്യമുള്ള നേതാക്കളായിരിക്കും, അതായത് പാർട്ടി ഘടകങ്ങളിൽ. അവിടെ ഉത്തർപ്രദേശിലെ കാൺപൂർ സിറ്റി പ്രസിഡന്റ് അലോക് മിശ്ര ഒരു ചോദ്യം ഈ സമ്മേളനത്തിൽ ഉയർത്തുകയുണ്ടായി. അതിൽ അച്ഛൻ DCC അധ്യക്ഷനാണ്, പിതാവ് DCC അധ്യക്ഷൻ, മക്കള് വെവ്വേറെ പാർട്ടികളിൽ, മക്കൾ പോലും ഒരു പാർട്ടിയിലല്ല, അച്ഛൻ കോൺഗ്രസിൽ ഇരിക്കുന്നു, DCC അധ്യക്ഷനാണ്, എന്നാൽ മക്കൾ വേറെ വേറെ പാർട്ടികളിലായി ഇരിക്കുന്ന സംവിധാനം. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? ഒരു കുടുംബത്തിൽ തന്നെ പല പാർട്ടികളിലേക്ക് ചിതറിപ്പോകുന്നു. അത് കേരളത്തിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എവിടെയാണ്, K കരുണാകരന്റെ മകൾ പത്മജ എവിടെയാണ് എന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചിതറിപ്പോകലുകൾ, പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളടക്കം ചിതറിപ്പോകുന്നതിനെ കുറിച്ച് UPയിലെ സാഹചര്യം വെച്ചായിരിക്കും അലോക് മിശ്ര ചോദിച്ചത്. പക്ഷേ കേരളത്തിലും അത് ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇങ്ങ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഈ ഭാരത് ജോഡോ യാത്രയിൽ ഉണ്ടായിരുന്ന ജമ്മു കശ്മീരിൽ നിന്നുള്ളൊരു നേതാവുണ്ട്, വിജയ് ശർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കേരളത്തിലടക്കമുള്ള കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് നമ്മളത് വായിച്ചെടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഈ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കും. കേന്ദ്ര നേതൃത്വം അതെല്ലാം വിശ്വസിച്ചങ്ങിരിക്കും. എന്നിട്ട് ഫലം വരുമ്പോഴേക്കും 8 നിലയിൽ പൊട്ടുകയും ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അത് സംഭവിച്ചിട്ടുണ്ട്. വിജയസാധ്യതയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുക. ഇത്രയേറെ മണ്ഡലങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം അധികാരത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിസഭാ രൂപീകരണത്തിനായി പോർട്ട്ഫോളിയോസ് ഡിവൈഡ് ചെയ്യാനിരുന്ന നേതാക്കളടക്കമുണ്ടല്ലോ. അപ്പോൾ ഈ വിജയസാധ്യത സംബന്ധിച്ചുള്ള അനുമാനങ്ങൾ തെറ്റുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിജയ് ശർമ്മ ചൂണ്ടിക്കാട്ടിയത്. അതടക്കം കോൺഗ്രസ് പരിഹരിക്കേണ്ടതാണ്. അതിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ റെസൊല്യൂഷൻ ഡെഡിക്കേഷൻ സ്ട്രഗിൾ അത് വെച്ചുകൊണ്ട് പിന്നോക്ക വോട്ടർമാരെ ഒപ്പം എത്തിക്കാൻ കഴിയുമോ? നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ പോയി യുദ്ധം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. മോദിയുടെ സ്ട്രാറ്റജീസിനെ, അമിത്ഷായുടെ സ്ട്രാറ്റജീസിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയണം. അവിടെ പോയി വെല്ലുവിളിച്ചിട്ടെങ്കിൽ പോന്നാൽ പോരാ, അതിൻ്റെ ഒരു തുടർച്ചയുണ്ടാകണം എന്നതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ DCC ശക്തിപ്പെടുത്താനായി നിൽക്കുമ്പോൾ കേരളത്തിലടക്കം ഈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റീസ് PCC ഇളകുമോ എന്നതുകൂടി നോക്കണം. കാരണം K സുധാകരനെ മാറ്റി ആന്റോ ആന്റണിയെ കൊണ്ടുവരുമ്പോഴേക്കും അത് മലബാറിൽ മുസ്ലിം ലീഗിനെ ഒക്കെ അത് അവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു തീരുമാനമായി കൂടി വരണം. അല്ലെങ്കിൽ DCC ശക്തിപ്പെടും, PCC ഇളകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ എന്തായാലും ഈ നേതൃമാറ്റം അത് നല്ല രീതിയിൽ സംഭവിക്കട്ടെ. DCC അധ്യക്ഷന്മാരെ അടക്കം മെറിറ്റ് നോക്കി തെരഞ്ഞെടുക്കട്ടെ, അല്ലാതെ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ ചോയ്സസ്, ഫേവറിറ്റ്സ് അങ്ങനെ നോക്കിയല്ല. കഴിവുള്ളവർ വരട്ടെ. അങ്ങനെ കഴിവുള്ളവരെ കൊണ്ട് കോൺഗ്രസ് നന്നാവുകയാണെങ്കിൽ നല്ലതാണ്. പ്രതീക്ഷ നൽകുന്ന സമ്മേളനമോ എന്നായിരുന്നു ചോദ്യം. 5 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. പ്രതീക്ഷ നൽകുന്ന സമ്മേളനം.